ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ ബോൾസ് ആണ്. ആദ്യം നമുക്ക് ശർക്കര പാവ് കാച്ചിയെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ പാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇറക്കി വയ്ക്കാം. അടുത്ത നമുക്ക് അവലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അവലിട്ട് കൊടുക്കാം. 1 കപ്പ് അവലുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അവൽ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് നല്ല കൈ വെച്ച് പൊടിയുന്ന രീതിയിലാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഈ അവലൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കാം. പൊടിച്ച ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നല്ല ജീരകവും 4 ഏലക്ക ചതച്ചതും. ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചെറുതായി പൊടിച്ചു വെച്ചിരിക്കണം. ഒരു നുള്ളു ഉപ്പ്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി തിരുമ്മി ചേർത്തതിന് ശേഷം നമുക്ക് ശർക്കര പാവ് കാച്ചി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. പാവ് കാച്ചി വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ആണെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. ബോള് പിടിക്കാൻ പാകത്തിന് വേണ്ടിയുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ബോൾസ് പിടിച്ച് വയ്ക്കാം. കൈ ഒന്ന് നന്നായിട്ട് പച്ചവെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് പിടിച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇത് നമുക്കുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് ഇത് കൊടുക്കാം. നമ്മുടെ അവൽ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനപറ്റ്. പുതുതാകുന്ന രുചിയുണ്ടാ, പുതുതാകുന്ന രുചിയുണ്ടാ.